അപ്പൊ ഇന്ന് ഞാൻ വീട്ടിലേക്ക് പോവാണ്. വേറെ ഒന്നുമില്ല, സെക്കൻഡ് സാറ്റർഡേ ഇതിനുള്ളിലേക്ക് കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ഒന്നും ഓർമ്മയില്ല. കയറുന്നിട്ടും വളർന്നു ശ്വാസം വിട്ട് അവസാനം അതിന്റെ സ്ഥലത്തെത്തി. എന്റെ സ്ഥലത്തെ അഹങ്കാരാണ് എന്റെ മോൻ. രാവിലെ ആയപ്പോ റഹം എന്ന് പറഞ്ഞു ഇക്കാക്ക മുടി ഇട്ട് തരുമെന്ന്. ഇക്കാക്ക മുടി ഇട്ടില്ലെങ്കിൽ ഞാൻ അടുത്ത് വെട്ടുന്ന അവനും പറഞ്ഞു. സുഭാൻ ചെല്ലാലും അവിടുത്തെ വെട്ടാളും തുടങ്ങി. ഞാൻ അവന്റെ മുടിയൊക്കെ സെറ്റ് ആയി കൊടുത്തു. ഞാൻ ഉച്ചക്കാട് എണീച്ചത് ചോറേക്കാൻ ടൈം ആയി. അതിലുണ്ട് ഉമ്മ ഉണ്ടാക്കി. എനിക്കാണ് ഒടുക്കത്തെ പൈപ്പ്. അങ്ങനെ ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കിയപ്പോ അവിടെ ഇരിക്കുന്നത് നമ്മളെ സാധനം. ഏത് സാധനം? നമ്മൾ ഡൽഹിയിൽ സ്വീറ്റ്സ്. ഞാൻ വള്ളർച്ച് മുട്ടായി തോന്നുന്നു രാത്രി. അപ്പൊ റഹാനക്ക് ഒരു പൂതി ഐസ്ക്രീം ആണ് കാക്ക. പിന്നെ നോക്കില്ല ഞങ്ങൾ ഐസ്ക്രീം വാങ്ങി. അത് കഴിഞ്ഞ് ടർഫ് ഉണ്ട്. അപ്പൊ ടർഫ് പോകാൻ വേണ്ടി അതിൽ വിളിക്കാൻ പോയപ്പോ അതിന്റെ ക്യൂട്ട്നസ്. അങ്ങനെ അതിലെ വണ്ടി എടുത്ത് ഞങ്ങൾ അവിടെ ഇറങ്ങി. അങ്ങനെ കുറെ കാത്തിലേഷങ്ങൾ നേരത്തെ എത്തി ടർഫിൽ. ഇതാണ് ചങ്ങായി ആദില്. ഇത് വേറെ ചങ്ങായി കാട്ര. ഈ കൊല്ലം തുടങ്ങിയ ഷെമിലെ ടീം ജയിച്ചിട്ടില്ല. അത് അൻഷിനോട് പറഞ്ഞോണ്ട് നീലെ തള്ളു കേട്ട സെഫാണ്ട് അപ്പുറത്ത് മാറി ഉസ്മാൻ അവിടെ വാരി വിതറുകയാണ്. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഗ്രൗണ്ടിൽ മാരക കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഥയിലെ നായകന്റെ എൻട്രി അജ്മൽ ഭായ്. അവന്റെ ക്യാമറ നോക്കിയില്ല പുഷ്പികളും കണ്ടു. നിഹാലിന്റെ ബൂട്ടും എത്ര സ്റ്റെഡ് എണ്ണിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഫൈനലി കളി കഴിഞ്ഞാൽ പിന്നെ ടീം ജയിക്കും. അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ. പിന്നെ പൈസ കൊടുക്കാനുള്ള മൊത്തപ്പാടെ അവിടുത്തെ തീർത്ത് ഞാനും ആദ്യം വണ്ടി എടുത്ത് ഇറങ്ങി. അതിലെ ടാക്സ് കൊടുക്കുന്നത് ഒരു കയ്യിൽ ആക്സിലേറ്റർ മറ്റേ കയ്യിൽ ഫോണുമാണ് അതിന്. ഓക്കെ ബൈ.